ഇന്ന് നമ്മൾ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അജ്മാനിലെ ഫെസ്റ്റിവൽ ലാൻഡിലേക്കാണ് ഇന്നത്തെ യാത്ര. ഫെസ്റ്റിവൽ ലാൻഡിന്റെ 3 സൈഡിലായിട്ടും എൻട്രൻസ് ഗേറ്റുകളുണ്ട്. അതിന്റെ സൈഡിലായിട്ട് തന്നെ അത്യാവശ്യം പാർക്കിംഗ് ഏരിയയും ഒക്കെ അവൈലബിൾ ആണ്. ഒരാൾക്ക് 5 ദിറംസാണ് എൻട്രി ഫീസ് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 60 വയസ്സിന് മേളിലുള്ളവർക്കും എൻട്രി ഫീസ് ഫ്രീ ആണ്. പിന്നെ ചില സീസണിലൊക്കെ 4 മണിക്ക് മുന്നേ ഒക്കെ ഫ്രീ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് വീക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. വർക്കിംഗ് ഡേ ആയിരുന്നു പോയിരുന്നത്. അത് കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്പെഷ്യൽ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നില്ല. വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഫെസ്റ്റിവൽ സമയത്തും അഡീഷണൽ പ്രോഗ്രാമൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറേ അധികം റൈഡുകളുണ്ട്. പിന്നെ ഒരു റാബിറ്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലി ഒരു പാർക്കും കൂടി ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. റൈഡുകൾക്കൊക്കെ സെപ്പറേറ്റ് ചാർജാണ് വരുന്നത്. പിന്നെ ഒരുപാട് റൈഡുകളിലൊക്കെ കയറുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ചുള്ള കൂപ്പണായിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രൈസ് ഡിസ്കൗണ്ട് ഉണ്ടാവും. 5 മുതൽ 20 ദിറംസ് വരെയാണ് റൈഡുകൾക്കൊക്കെ ചാർജ് വരുന്നത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ റൈഡുകളിലൊക്കെ അത്യാവശ്യം ആൾക്കാർ കുറവ് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടാവും. അതുപോലെ ഈദ് ഹോളിഡേയ്സ് വരുന്നുണ്ട്. അപ്പോഴും അത്യാവശ്യം അഡീഷണൽ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇനി ഷോപ്പിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഷോപ്പിങ്ങിനുള്ള ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് സ്റ്റോളുകൾ കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഇതാണ് രണ്ടാമത്തെ എൻട്രൻസ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് റാബിറ്റ് പാർക്ക് വരുന്നത്. റാബിറ്റ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ എൻട്രി ഫീസ് ഉണ്ട്. പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ റാബിറ്റ് പാർക്ക്. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറേ അധികം റാബിറ്റുകളുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട റാബിറ്റിനെ ചൂസ് ചെയ്യാം. അതിനെ നമുക്ക് കയ്യിലെടുത്ത് കളിക്കാം. അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതുപോലെ അവിടെ നിന്ന് തന്നെ ഫുഡ് മേടിക്കാൻ കിട്ടും. ആ ഫുഡ് മേടിച്ചിട്ട് റാബിറ്റിനെ ഫീഡ് ചെയ്യാനും ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ റാബിറ്റ്സ് അധികം അവൈലബിൾ ആയതുകൊണ്ട് കുട്ടികൾക്ക് എന്തായാലും അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അടുത്ത് പോകുന്നത് ഈ ഷോപ്പിങ്ങിൻ്റെ ഏരിയയിലോട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫുഡ് സ്റ്റോളുകളും അതുപോലെ തന്നെ ഷോപ്പുകളും ഒക്കെ വരുന്നത്. ഇവിടുത്തെ ഷോപ്പുകളുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് പെറ്റ്സുകൾ മേടിക്കാനുള്ള ഷോപ്പും ഉണ്ട്. അവിടെ അണ്ണാനും മുയലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് കേജും ഒക്കെ വാങ്ങാൻ കിട്ടും. വിൻ്റർ സമയത്തൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടി അധികം സ്റ്റോക്കുകളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഹാംസ്റ്റർ ഉണ്ട്. അതുപോലെ വെറൈറ്റി ആയിട്ട് നമ്മളിവിടെ മുള്ളം പന്നിയെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആമയെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇപ്പോഴും ഈ സമ്മറായിട്ട് കൂടി ഇപ്പോഴും ആൾക്കാർ നിന്ന് വാങ്ങുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു. അതുപോലെ ബേർഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ റൈഡിലേക്ക് പോവാം. അതേ സമയത്ത് തന്നെ പാരൻസിനൊക്കെ വേണമെങ്കിൽ ഷോപ്പിങ്ങിന് പോവാം. പെറ്റ്സിനെ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു ഏരിയയിലോട്ട് പോവാം. അങ്ങനെ എല്ലാ തരക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ മോസ്ക് ഉണ്ട്. അപ്പം പിന്നെ പാർക്കിംഗ് ഏരിയയും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ആകെ ഈ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് ഡേ ടൈം അധികം എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈദ് ഹോളിഡേക്കൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. പിന്നെ മേക്കപ്പ് ലവേഴ്സിനൊക്കെ പറ്റിയ ഷോപ്പും ഒക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഷീഗ്ലാമിൻ്റെ ഒരു സ്റ്റോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അത്യാവശ്യം പ്രോഡക്റ്റുകളൊക്കെ 3 ദിറംസ് 2.5 ദിറംസ് അങ്ങനെയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഗേറ്റ് നമ്പർ 3യുടെ ഭാഗത്തായിട്ട് നമ്മളൊരു ഫർണിച്ചർ ഷോപ്പും കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഷോപ്പുകളുടെ ഫ്രണ്ടൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. ശരിക്കും നമ്മുടെ ഗ്ലോബൽ വില്ലേജിലെ ഒരു മിനി ഗ്ലോബൽ വില്ലേജ് എന്ന് പറയാം. അതുപോലെയാണ് ഈ എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ ഷേപ്പിലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ലോങ് ഹോളിഡേയ്സിന് അധികം പ്രോഗ്രാം ഒന്നും പ്ലാൻ ചെയ്യാതെ ഇവിടേക്ക് പോകുമെന്ന് വണ്ടടിച്ചിരിക്കുന്നവർക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.